ഡോക്ടർ മേരി ജോർജ് മാഡം, ഇന്ധനവിലയെ ചൊല്ലി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന വാക്പോര് മാഡവും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്ധനവില വർധനയിലൂടെ കിട്ടുന്ന അധിക വരുമാനം ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി മുൻ ഭരണപക്ഷമായ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ വെട്ടിലാക്കുന്ന തരത്തിലാണ് പറഞ്ഞത്. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞ അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്നതിൽ പിടിച്ചാണ് വി ഡി സതീശൻ അധിക വരുമാനം ഉപേക്ഷിക്കില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അധിക നികുതി വരുമാനം ഉപേക്ഷിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ട് ഇതിനായി സഭയിലേക്ക് സൈക്കിൾ സവാരി നടത്തുകയും ചെയ്ത ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ മുഖ്യമന്ത്രിയുടേത് ഒരു ഇരട്ടത്താപ്പല്ലേ? അതായത് ഇങ്ങനെ ഇന്ധനവില, അതായത് എപ്പോഴൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ധനവില വർദ്ധിപ്പിക്കുന്നുവോ ആ വർധനവിൻ്റെ 40% സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനവും വർദ്ധിക്കില്ലേ, ആ വരുമാനം വേണ്ടെന്ന് വെച്ചാൽ ജനങ്ങൾക്ക്, അതായത് ഇവിടെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ അത് ഒരു പരിധി വരെ സഹായിക്കില്ലേ എന്നാണ് താങ്കൾ ചോദിച്ച ചോദ്യം. അപ്പം തീർച്ചയായിട്ടും അത് ശരിയാണ്. ഈ പറഞ്ഞതുപോലെ 40% അധിക വരും, അതിൻ്റെ ഷെയർ 60% കേന്ദ്രം വരുത്തിയ വില വർധനവിൻ്റെ 60% കേന്ദ്രവും 40% വീതം സംസ്ഥാനങ്ങൾക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ ആ 40% വേണ്ടെന്ന് വെച്ച ചരിത്രം കേരളത്തിനുണ്ട്. അത് എപ്പോഴാണ്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, അപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസസ് $140 വരെ പോയ സമയമുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണിക്ക് വിട്ടത് UPA ഗവൺമെന്റ്. ആ കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെയുള്ള ഉയർന്ന ക്രൂഡ് ഓയിൽ വില $140 എന്ന രീതിയിലൊക്കെ നിൽക്കുമ്പോൾ പലവട്ടം UPA ഗവൺമെന്റിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കേണ്ടി വന്ന 3 വട്ടമാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ 40% സംസ്ഥാനത്തിൻ്റെ വിഹിതമായിട്ട് കിട്ടേണ്ട 40% വേണ്ടെന്ന് വെച്ചു. അങ്ങനെ വേണ്ടെന്ന് വെച്ചതുകൊണ്ട് അന്ന് 631 കോടി രൂപയാണ് ഖജനാവിലേക്ക് വരാതെയായത്, അതായത് വേണ്ട എന്ന് വെച്ചത്. ഇത് ഇത്ര കൃത്യമായിട്ട് അറിയാവുന്നത് ആ സമയത്ത് ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് അത് നേരിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇത്ര കൃത്യതയോടെ പറയുന്നത്. അങ്ങനെ വേണ്ടെന്ന് വെച്ച ആ ചരിത്രം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പല പ്രാവശ്യം വിലകൾ കേരളത്തിൽ എപ്പോഴും ഉയർന്നിരുന്നു. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി ഉപഭോക്തൃ വിലകൾ 4%-നും 6%-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തണം എന്ന് വിചാരിച്ച് മോണിറ്ററി പോളിസി കമ്മിറ്റിയുമായിട്ട് മുൻപോട്ട് പോയിരുന്ന സമയത്ത് പോലും കോവിഡ് കാലത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന രീതിയിൽ 14% വരെയൊക്കെ ഉപഭോക്തൃ വിലകൾ ഉയർന്ന സമയമുണ്ട്. ആ സമയത്താണ് ഈ പെട്രോളിയം വില വർധനവിന് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം വേണ്ടെന്ന് വെച്ച് അത് ആ ആശ്വാസം ജനങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് അദ്ദേഹം ചോദിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ പ്രിഡിസിസർ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന ആ കഥ ഓർത്തുകൊണ്ട് അദ്ദേഹം ഇത് ചോദിക്കുന്നത് ഒരു അത്ഭുതത്തിനും ഇടയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം, അതായത് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന അന്നത്തെ ഭരണപക്ഷം ആവശ്യപ്പെടുന്നത് ഇപ്പോഴത്തെ ഈ വർധനവ്? നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ വർധനവ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ച് US ഇസ്രായേൽ യുദ്ധം മൂലം അടുപ്പിച്ചടുപ്പിച്ചാണ് ഇന്ധനത്തിൻ്റെ വില, പാചകവാതകത്തിൻ്റെ വില, അതുപോലെ കമേർഷ്യൽ സിലിണ്ടറിൻ്റെ വില ഒക്കെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. 115 രൂപയിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും 115 രൂപ 49 പൈസ ഇപ്പൊ പെട്രോളിന്, അതായത് 8 രൂപ 1 പൈസയാണ് പെട്രോളിന്റെ വിലയിൽ വരുത്തിയ വർധന പല വട്ടമായിട്ട്. അതേസമയത്ത് ഡീസലിന്റെ വിലയിൽ 7 രൂപ 93 പൈസയുടെ വർധനവും വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പെട്രോളിന്റെ വില 115 രൂപ 45 പൈസയിലും ഡീസലിന്റെ വില 104 രൂപ 41 പൈസയിലുമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വർധനവുണ്ടായപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ 40% സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട്
മുഖ്യമന്ത്രി അതിനോട് ഇടഞ്ഞു നിൽക്കുന്നു, അതിനനുകൂലമായ നിലപാട് എടുക്കുന്നില്ല, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നില്ല, ജനപക്ഷത്ത് നിൽക്കുന്നില്ല. അതൊക്കെയാണല്ലോ താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം. അത്ര വലിയ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അമരത്താണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. അമരക്കാരൻ അറിയണം താൻ എങ്ങോട്ടാണ് തുഴഞ്ഞു പോകുന്നത് എന്ന്. അതായത് ഒരിക്കലും പൊങ്ങി വരാൻ പറ്റാത്ത തരത്തിലുള്ള കയത്തിലേക്ക് ഈ ജനങ്ങളെ മുഴുവനും കൊണ്ടുപോയി തള്ളുന്നതിനേക്കാൾ ഭേദമല്ലേ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിൽ അത് ആ ജനസഞ്ചയത്തെ ഈ അപകടത്തിൽ നിന്ന് പിടിച്ചു നിർത്തി രക്ഷപ്പെടുത്തി നിർത്തുന്നത്. അതാണ് അദ്ദേഹം തൽക്കാലം അതിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായിട്ട് നിരാകരിച്ചില്ല, കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വൈറ്റ് പേപ്പർ, ധവളപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം ധവളപത്രം പുറത്തു കൊണ്ടുവരും. അപ്പോൾ തൽസ്ഥിതി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഖജനാവിൻ്റെ അവസ്ഥ, ധനസ്ഥിതി എത്ര നിർണായകമാണ്, എത്ര അപകടകരമാണ് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ കണക്കുകളോടെ പൊതുജന സമക്ഷം അവതരിപ്പിക്കും. അങ്ങനെ പൊതുജനം സമക്ഷം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പൊതുജനം മിക്കവാറും ഇത് നിങ്ങൾ ഈ 40% വരുമാനം നിങ്ങൾ വേണ്ടെന്ന് വെക്കണ്ട, അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞെന്നിരിക്കും. കാരണം അത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന ഗവൺമെൻറ് കടന്നു പോകുന്നത്. ഇതിനെപ്പറ്റി പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ 5429 കോടി ഖജനാവിൽ അവശേഷിപ്പിച്ചിട്ടാണ് കടന്നു പോയത് എന്ന്. എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ 5429 കോടി? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 വർഷമായി ട്രഷറിയിൽ നിന്ന് ചെക്കുകൾ ക്യാഷ് ചെയ്യുന്നതിന് നിയന്ത്രണമായിരുന്നു എന്ന് വച്ചാൽ ആദ്യം 10 ലക്ഷം വരെയുള്ള ചെക്കുകൾ ആരുടെയൊക്കെ ചെക്കുകളാണെന്ന് നമ്മൾ നോക്കണ്ടേ. അതായത് കോൺട്രാക്ടേഴ്സിൻ്റെ, PWD കോൺട്രാക്ടേഴ്സ് മുതലുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ ചെക്കുകൾ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വാങ്ങിക്കുവാനുള്ള ചെക്കുകൾ, സർക്കാരിൻ്റെ തന്നെ ഭാഗമായ 35ഓളം വകുപ്പുകളുണ്ടല്ലോ, ആ വകുപ്പുകൾക്ക് കിട്ടേണ്ട പദ്ധതി ചെലവിനുള്ള ചെക്കുകൾ, ഈ തരത്തില്. അതുപോലെ തന്നെ നമുക്കറിയാം മെഡിക്കൽ കോർപ്പറേഷന് മരുന്ന് കൊടുക്കുന്ന കമ്പനികളുടെ ചെക്കുകൾ. അത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2993 കോടിയുടെ കടം ആർക്കാണുള്ളത്? സിവിൽ സപ്ലൈസിന്. അപ്പോൾ സിവിൽ സപ്ലൈസിന്റെ ചെക്കുകൾ അങ്ങനെ അത്യാവശ്യമായിട്ട് മാറിക്കിട്ടേണ്ട ചെക്കുകൾ കഴിഞ്ഞ തിരുവോണത്തിന് മുൻപ് മുതലേ, തിരുവോണത്തിന് സിവിൽ സപ്ലൈസിന്റെ ഷോറൂമുകളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി, അതായത് 13 ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിച്ച് നിർത്തുമെന്ന് വാഗ്ദാനം നൽകിയാണ് ഗവൺമെന്റ് ഭരണത്തിൽ വന്നത്, രണ്ടാം LDF ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് കഴിഞ്ഞ തിരുവോണത്തിന് അവരുടെ സിവിൽ സപ്ലൈസിന്റെ ഒക്കെ ഔട്ട്ലെറ്റുകളിൽ എന്തെങ്കിലും 2 or 3 എല്ലാ ഔട്ട്ലെറ്റുകളും വെറുതെ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. യാതൊരു ഉൽപ്പന്നങ്ങളും ഇല്ലാതെ അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് അതിന് പോലും നിവൃത്തിയില്ലായിരുന്നു. അതായത് ഓപ്ഷന് നിൽക്കാൻ പോലും, സിവിൽ സപ്ലൈസിന്റെ ഓപ്ഷന് മുൻപോട്ട് വരാൻ പോലും കമ്പനികളില്ലായിരുന്നു. അത്തരം ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഖജനാവിൽ പണമില്ല, ഖജനാവിൽ നിന്ന് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല. അങ്ങനെ കൊടുക്കേണ്ടിയിരുന്ന പണം കൊടുക്കാതെ കടം വാങ്ങി, കിഫ്ബി വഴി അങ്ങനെ ഇങ്ങനെ പലതരത്തിൽ കടം വാങ്ങിയിട്ടും കൊടുക്കേണ്ട പണം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നിട്ടും ഞങ്ങൾ 5000 കോടി 6000 കോടിക്ക് അടുത്ത് ഇട്ടിട്ടാണ് പോയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് അത്രയും പണം അവിടെ കണ്ടെത്തിയതായിട്ട്. അത് മാത്രം നോക്കണ്ട, നമ്മൾ CAG റിപ്പോർട്ട് നോക്കണം. CAG റിപ്പോർട്ട് നോക്കിയാൽ നമുക്കറിയാം എത്ര ഓവർ ഡ്രാഫ്റ്റാണ്, എത്ര പ്രാവശ്യമാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തത്, എത്ര പ്രാവശ്യമാണ് ഗവൺമെന്റ് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എടുത്തത്. അത് കഴിഞ്ഞിട്ടോ ഈ മന്ത്രിസഭ രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടി വന്നത്? ആദ്യം തന്നെ 2800 രൂപയുടെ വായ്പ എടുക്കേണ്ടി വന്നു, അത്യാവശ്യ ചെലവുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നിന്ന് പൊറുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട്
ഈ കുബേർ പദ്ധതി പ്രകാരം റിസർവ് ബാങ്കിൽ നിന്ന് അത് എപ്പോഴാണ് അത് എടുക്കേണ്ടി വരുന്നത്? കടം എടുക്കണമെങ്കിൽ ബജറ്റ് പാസ്സാക്കണം, നേരെ ചൊവ്വേ അതായത് റിസർവ് ബാങ്കിന്റെ കൗണ്ടർ വഴി ബോണ്ട്സ് ഇഷ്യൂ ചെയ്ത് വായ്പ എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബജറ്റ് പാസ്സാക്കണം. ബജറ്റിലെ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ് GSDP എത്രയാണ്, അതിൻ്റെ എത്ര ശതമാനമാണ് വായ്പയായിട്ട് എടുക്കാവുന്നത്? നമുക്കറിയാം അതിൻ്റെ 3% വായ്പയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബജറ്റൊക്കെ തയ്യാറാക്കി അത് പ്രസൻറ്റേഷനൊക്കെ നടത്തി അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ അംഗീകരിച്ചതിന് ശേഷമേ നമുക്ക് കടം എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ് അടുത്തേക്കോ റിസർവ് ബാങ്കിൻ്റെ അടുത്തേക്കോ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കുബേർ വഴി 1800 കോടിയുടെ കടം കഴിഞ്ഞ ആഴ്ചയിലും പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെന്റിന് വേണ്ടി എടുക്കേണ്ടി വന്ന അത്ര വലിയ ഒരു ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞ വലിയ ഒരു അമരക്കാരൻ വള്ളം തുഴഞ്ഞ് ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ അമരക്കാരൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. തൻ്റെ ജനതയെ മുഴുവനും താൻ കൊണ്ടുപോയി ഇടാൻ പോകുന്ന ആ വലിയ പ്രളയത്തിലേക്ക് അതിലേക്ക് ചെല്ലരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അതായത് ധനപ്രതിസന്ധി എന്ന പ്രളയം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തൽക്കാലം ധവളപത്രം ധവളപത്രം വരട്ടെ, ആ ധവളപത്രം എല്ലാവരെയും കാണിച്ച് എല്ലാവർക്കും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ സമയത്ത് LDF ഗവൺമെന്റ് സ്വയംകൃതാനർത്ഥത്തിലൂടെയാണ് തോണി തുഴഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സ്വയംകൃതാനർത്ഥത്തിന്റെ അതായത് കിട്ടുന്ന പണം CAGയുടെ റിപ്പോർട്ട്സ് ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണേ എന്താണ്? എല്ലാ വർഷങ്ങളിലെ റിപ്പോർട്ട്സ് എടുത്ത് നോക്കിയാൽ മതി. 2016 ശേഷമുള്ള അവരെ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് വകമാറ്റി ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ റീൽസ് ഉണ്ടാക്കാൻ അതായത് ഇവരുടെ തന്നെ മുഖം മിനുക്കലിന് വേണ്ടിയുള്ള എത്ര PR വകുപ്പുകൾ, എത്ര PR പദ്ധതികൾ, അതിനൊക്കെ വേണ്ടി ബഹുകോടികൾ, അതിനൊക്കെയാണ് ഈ വക മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം എന്തുകൊണ്ട് നിങ്ങൾ ഈ 40% വില വർധനവിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിലെ 40% വേണ്ടെന്ന് വെക്കുന്നില്ല? അതുപോലെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ 2% സെസ് ഏർപ്പെടുത്തി പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ എന്ത് പറഞ്ഞുകൊണ്ട്? സാമൂഹ്യ സുരക്ഷാ പെൻഷന് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് വിലക്കയറ്റവും എല്ലാം ഉള്ള സമയത്ത് എന്തുകൊണ്ട് ഈ സെസ് ഏർപ്പെടുത്തുന്നു എന്നൊക്കെ അദ്ദേഹം, അതൊക്കെ വളരെ ന്യായവും യുക്തവുമായ ചോദ്യങ്ങളാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എടുത്ത ആ ചോദ്യം, അദ്ദേഹം അങ്ങോട്ട് തൊടുത്ത ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നായിരുന്നല്ലോ താങ്കളുടെ ചോദ്യം. അതായത് മുഖ്യമന്ത്രി അമരക്കാരനാണ്, അദ്ദേഹത്തിന് നിജസ്ഥിതി അറിയാം. പക്ഷെ ആ നിജസ്ഥിതി പൊതുജനത്തെ അറിയിക്കാനുള്ള പത്രികയാണ് ഈ ധവളപത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ധവളപത്രം അവതരിപ്പിച്ച് ജനത്തെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം എന്ത് തീരുമാനം എടുക്കണം, ഈ 40% സംസ്ഥാനത്തിന് ലഭ്യമാകാൻ ആകുന്ന ഈ 40% ഇന്ധന വില വർധനവിന്റെ 40% ആഗിരണം ചെയ്യണമോ അതോ അത് വേണ്ടെന്ന് വെച്ച് ജനങ്ങൾക്ക് അതിൻ്റെ ആശ്വാസം പകരണമോ എന്ന തീരുമാനം, യുക്തിസഹമായ ശരിയായ തീരുമാനം അദ്ദേഹം എടുത്തിരിക്കും താമസിയാതെ.